ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൻ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീ ഓമിനെ കാണുന്നത് വരെയാണ്. അപ്പോൾ ഓമിനോട് അവൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ ഓമാണെങ്കിൽ ഇത് കേട്ടിട്ട് അവനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു അയ്യോ എനിക്ക് വിശക്കുന്നു, ഞാൻ വരാമെന്ന് കൂടെ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഓം വിളിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടേക്ക് നോയും വരുന്നുണ്ട്. പിന്നെ അവർ മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നോയ് ചോദിക്കുന്നു, അല്ല ഇന്നലെ നിൻ്റെ വയറ്റിലല്ലേ അടി കിട്ടിയത്, എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയാണോ ഉണ്ടോ എന്ന്. അപ്പം അവൻ പറയുന്നു അത് കുഴപ്പമില്ല, ഇപ്പം ബെറ്ററായിട്ട് തോന്നുന്നുണ്ടെന്ന്. കഴിച്ചു കഴിഞ്ഞ ഒരു പാത്രം കഴുകുന്ന സമയത്ത് തീ നോയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ടിട്ട് നോയ് ചോദിക്കുന്നു, ഡേ നീ വീണ്ടും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. തീയാണെങ്കിൽ നോയ് ചോദിക്കുന്നതിന് തിരിച്ചൊരു മറുപടിയും പറയുന്നില്ല. പിന്നെ അവൻ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം അവിടെ നിന്ന് പോവേണ്. അവിടെ നിന്ന് ചെല്ലുന്നത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. എന്നിട്ട് ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവരാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും അവനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് നല്ല വേദന ഉണ്ട് വയറ്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. തീ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് വീണ്ടും അവൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കാലി തുള്ളി അവിടെ നിന്ന് എണീച്ച് പോവേണ്. അടുത്ത സീനിൽ നോയിനെയാണ് കാണിക്കുന്നത്. നോയ് പാമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഓം വരുന്നുണ്ട്. ഓമിനെ കണ്ടിട്ട് അവൻ പറയാണ്, നീ ഇവിടെ നിൽക്കുന്ന എല്ലായിടത്തും പുറത്തേക്ക് പോകാൻ പറ, കാരണം ഞാൻ ഇവിടെ പാമിനെ കാത്തിരിക്കുകയാണ്, അല്ലാതെ ഒരു ഫൈറ്റിനായിട്ട് വന്നിരിക്കുന്നതല്ലെന്ന്. അപ്പോൾ ഓം നോയ് പറയുന്നത് കേട്ടിട്ട് ആ പിള്ളേരെടുത്ത് ചെന്നിട്ട് പറയുന്നു എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് പോയ, പെട്ടെന്നാകട്ടെ എന്ന്. അവരെല്ലാവരും നോയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ സമയം അവിടേക്ക് രണ്ട് പെൺപിള്ളേർ വരെയാണ്. അതിലൊരു പെണ്ണാണെങ്കിൽ നോയിനെ കണ്ടിട്ട് പറയണ്, അയ്യോ അത് നോയല്ലേ, അത് നോയ് തന്നെ, നീ വാ നമുക്ക് നോയിലോട് ഒരു ഫോട്ടോ എടുക്കാന്ന്. ഈ പെൺപിള്ളേർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഓമാണെങ്കിൽ അവരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു വാ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് അവൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തു തരാമെന്ന്. എന്നിട്ട് അവരവിടെ വിളിച്ചുകൊണ്ട് പോയി നിർത്തിയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിലൊരു പെണ്ണാണെങ്കിൽ നോയുടെ പിറത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ പറയും ടച്ച് ചെയ്യാനൊന്നും പറ്റൂല, അങ്ങോട്ട് നീങ്ങി നിന്ന് ഫോട്ടോ എടുത്താൽ മതിയെന്ന്. അതിനുശേഷം ഓം അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഇവർ തിരിച്ചു പോകാനായിട്ട് നടക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് ഓം ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് 10th ഗ്രേഡ് പഠിക്കുന്ന പാമിനെ അറിയാമോ, അവൾ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയാമോ, ഞങ്ങൾ അവൾക്ക് വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. ഇവൻ പറയുന്നതൊന്നും അവർ അത്ര ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവൻ വീണ്ടും എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അതിലൊരു പെണ്ണ് പറയുന്നു ഞങ്ങൾ 11th ഗ്രേഡിലാണ്, അതുകൊണ്ട് അവൾ അറിയത്തില്ലെന്ന്. അപ്പോൾ ഓൻ പറയും ശരി അതൊക്കെ എന്താവട്ടെ, നിങ്ങൾക്കിനി എന്തെങ്കിലും നോയിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ നോയുടെ പേഴ്സണൽ മാനേജറാണെന്ന്. അവർ പോയതിന് ശേഷം ഓം നോയോട് പറയുന്നു പിന്നെ ശരി ഞാൻ പുറത്ത് പോയി നിൽക്കാം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഓം പോകുന്നതിന് മുമ്പ് നോയ് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിലിട്ടേക്കുന്ന ഈ മുടി കൊള്ളാമോ എന്ന്. ആ മുടി കണ്ടിട്ട് ഓം പറയുന്നു സൂപ്പർ ബോസ്, സൂപ്പർ അടിപൊളി എന്ന്. എന്നിട്ട് അവൻ്റെ മുടിയൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് അവൻ പോകുന്നു. അടുത്ത സീനിൽ തീയെയാണ് കാണിക്കുന്നത്. തീയാണെങ്കിൽ ട്യൂഷൻ എടുക്കാനായിട്ട് പോവേണ്. ആ സമയം കണ്ണാടി പയ്യൻ മാത്രം അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ കണ്ണാടി പയ്യനെ നമുക്ക് റാനെന്ന് വിളിക്കാം. ഇവനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് തീ ചോദിക്കുന്നു, അല്ല നീ എന്താ അവരെ കൂടെ പോയിരിക്കാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ റാൻ പറയുന്നു ഇല്ല അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന്. ഇവൻ അവരെ കൂടെ പോയി ഇരിക്കാത്തത് ഇതുകൊണ്ടായിരിക്കാം, ഇന്നലെ പാമിനെ ഇവൻ പറ്റിച്ചല്ലേ നോയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്, അതിൻ്റെ പിണക്കത്തിലായിരിക്കും, അതായിരിക്കും അവ അവിടേക്ക് പോയിരിക്കാത്തത്. അപ്പം തീ ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ അടുത്ത് പറയുന്നു ശരി ക്ലാസ് തുടങ്ങാൻ ഇനി കുറച്ചുകൂടെ സമയമില്ലേ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന സമയം തീ അവനോട് ചോദിക്കുന്നു നിനക്കിപ്പോൾ നോയെ കൊണ്ടൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഇല്ല ഒരു കുഴപ്പവും ഇല്ല, പിന്നെ സാറ് കുറച്ച് ശ്രദ്ധിച്ചു, അയാൾ അത്ര നല്ലതൊന്നുമല്ല, അയാൾ കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരാൾ തന്നെയാണെന്ന്. അവൻ പറയുന്നത് കേട്ടിട്ട് തീ പറയും എനിക്കറിയാം അവനൊരു ഗ്യാങ്സ്റ്റർ ആണെന്ന്, എന്നാൽ ചില സമയം അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ പേടി തോന്നാറേ ഇല്ലെന്ന്. തീയുടെ വാക്കുകൾ കേട്ടിട്ട് റാൻ ചോദിക്കും സാൻ അയാളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാമോ എന്ന്. അപ്പോൾ തീ ചോദിക്കും ബാക്ക്ഗ്രൗണ്ടായി എന്താ, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര പേടിപ്പെടുത്തുന്നതാണോ എന്ന്. തീ പറഞ്ഞതിന് ശേഷം റാൻ നോയെ പറ്റി തീയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നോയ ആദ്യമൊക്കെ എല്ലാവർക്കും പേടിയായിരുന്നു, പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും കുറേ ഗേൾസൊക്കെ അയാളെ ഫാനായി മാറി, കുറച്ച് പേർക്ക് പിന്നെ അയാളെ പേടി തന്നെയായിരുന്നു. അതുമാത്രമല്ല അയാൾ വെപ്പൺസൊക്കെ യൂസ്
ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ബ്ലാക്ക് മാജിക്, അതുപോലെ അയാൾ ജയിലിൽ വരെ കിടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ സാറിനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞതെന്ന്. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം ട്യൂഷൻ എടുക്കാനായിട്ട് പോവേണ്. അപ്പോൾ പോകുന്ന വഴി റാൻ ടീയോട് താങ്ക്സ് പറയുന്നുണ്ട്. അവനെയും അതുപോലെ പാമിനെയും രക്ഷിച്ചതിനാണ് അവൻ താങ്ക്സ് പറയുന്നത്. ഈ റാന് പാമിനെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അവിടെ ചെന്നിരിക്കുന്ന സമയം ടീ ചോദിക്കും, അല്ല ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പെമ്പിള്ളേർ നോയുടെ പിറകെ നടന്നിട്ടും അവൻ എന്തുകൊണ്ടായിരിക്കും പാമ്പിനെ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പം തീ പറയണ കേട്ടിട്ട് റാൻ പാമ്പിനെ നോക്കിയിട്ട് പറയുന്നു, അത് പിന്നെ അവളെ കാണാൻ നല്ല ക്യൂട്ടല്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ബാക്കി ട്യൂഷൻ പിള്ളേരും വരുന്നുണ്ട്. അവിടെ നോയിയാണെങ്കിൽ ഇപ്പോഴും പാമ്പിനെ കാത്തിരിക്കേണ്. ഇവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിറ്റ്നോഹി വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തായാലും എന്നെ പിക്ക് ചെയ്യാനായിട്ടല്ലേ ഇവിടേക്ക് വന്നത്, നീ വീണ്ടും പാമ്പിനെ കാണാനായിട്ടല്ലേ വന്നതെന്ന്. അപ്പം അവൻ പറയുന്നു അതേന്ന്. ഈ നിറ്റ്നോഹി എന്തുകൊണ്ടാണ് നോയെടുത്ത് വന്ന് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നോയുടെ സഹോദരിയാണ് നോഹി. അവിടെ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ബാക്കി ഫുഡ്സൊക്കെ കണ്ടിട്ട് അവൾ ചോദിക്കുന്നു, ഇത് അമ്മ ഉണ്ടാക്കി തന്നതാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല, ഇത് ഞാൻ പാമ്പിന് വേണ്ടി എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് തോന്നുന്നു പാമ്പിന് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ നീ എന്തായാലും താമസിക്കാതെ വീട്ടിലേക്ക് പോകാനും അവൻ പറയുന്നുണ്ട്. നോയ് അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും പിന്നെ അവളെ കൂടെ പോയിരുന്ന് കളിക്കേണ്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തീ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നോയിയെയും അതുപോലെ നോഹിയെയും ഒരുമിച്ച് കാണുന്നു. തീക്ക് അറിയില്ലല്ലോ നോഹിയുടെ സഹോദരനാണെന്ന്. അപ്പം അതുകൊണ്ട് അവൻ കരുതുന്നത് പാമ്പിൻ്റെ പിറകെ നടക്കുന്നത് പോലെ ഇവൻ നോഹിയുടെ പിറകെ നടക്കണമെന്നാണ്. അപ്പം ഇത് കണ്ടിട്ടാണെങ്കിൽ അവൻ പറയണ് അവളെ പോയി എന്തായാലും രക്ഷിച്ചേക്കോളെന്ന്. എന്നിട്ട് അവരെ പിറകെ അവർ പോകുന്ന വഴിയെല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവസാനം അവർ രണ്ടുപേരും ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലേക്ക് കയറി പോവുകയാണ്. തീ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ടിമ്മാൻറ്റിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ ടിമ്മാൻറ്റി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതും കൂടെ ആകുമ്പോഴത്തേക്ക് അവൻ പറയും, എന്തോ വരട്ടെ, എന്തായാലും അവളെ രക്ഷിച്ചേ പറ്റുള്ളൂ അവൻ്റെ അടുത്ത് നിന്ന്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. എന്നിട്ട് അവൻ ഓടി താഴേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ നിന്നൊരു തടി എടുക്കുകയാണ്. എന്നിട്ട് നോയിനെ ഇപ്പം അടിക്കുമെന്നും പറഞ്ഞ് ഓടി കയറി ചെല്ലുന്നുണ്ട്. പക്ഷെ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരുമില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്നത് കാണുന്നു. തീ നോഹിയെ കണ്ടിട്ട് പറയുന്നു, നോഹി നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ, എന്തായാലും നീ അവിടെ നിന്ന് ഞാൻ 1 2 3 എണ്ണുമ്പോഴത്തേക്കും ഓടി വന്നാൽ മതിയെന്ന്. എന്നിട്ട് 1 2 3 ഒക്കെ എണ്ണുന്നുണ്ട്. പക്ഷെ നോഹി അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു, അവൻ ബാഡ് ബോയ് ആണ്, നീ അവൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ നോക്ക്, അതുപോലെ നോയി നീ അവളെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. അപ്പം തീ പറയുന്നതൊക്കെ കേട്ടിട്ട് അവളാണെങ്കിൽ നോയോട് പറയും, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ തന്നെ, അമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, അതുകൊണ്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പം നോയി അത് കേട്ടിട്ട് പറയും, ശരി നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്നിട്ട് അമ്മയോടൊപ്പം ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാമെന്ന്. ഇത് കേട്ടിട്ട് അവൾ പറയും, അതൊരു നല്ല ഐഡിയ ആണ്, അതാകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഉപ്പ് കൂടിയ ഫുഡ് കഴിക്കേണ്ടിയും വരില്ലല്ലോ, പിന്നെ നീ ഇത് പാമ്പിന് കൊടുക്കാതിരുന്നത് നന്നായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് കേട്ടിട്ട് അവനും ചിരിച്ചിട്ട് പറയും, നീ പറഞ്ഞത് ശരിയാണെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് നോഹിയുടെ അടുത്ത് അവൻ പറയും, ഞാൻ ഒന്നും കൂടെ 1 2 3 എണ്ണ, നീ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണേന്ന്. ഇവനിങ്ങനെ 1 2 3 എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് അത് ഗണ്ണിൻ്റെ സൗണ്ടാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ തറയിലേക്ക് കുനിഞ്ഞിരുന്നിട്ട് പറയാണ്, അയ്യോ എനിക്ക് പേടിയാവുന്നേ, ഷൂട്ട് ചെയ്യല്ലേ എന്ന്. എന്നിട്ട് അവിടെ ഉള്ള ഡോറിനടുത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞ് പോവേണ്. പിന്നെ നോയാണെങ്കിൽ ആ ഡോറിനടുത്തേക്ക് ചെന്ന് നോക്കിയിട്ട് അത് തുറക്കാൻ പറ്റുന്നോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ നോയാണെങ്കിൽ തീയോട് ചെന്നിട്ട് പറയണ്, നിന്നെ ഒരാളെ കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന്. നോയി പറയുന്നതൊക്കെ കേട്ടിട്ട് നോഹി പറയുന്നു, നീ ഒന്ന് ചുമ്മാതിരിക്കും, ഒന്നാതെ അയാൾ പേടിച്ചിരിക്കണെന്ന്. നോയ്ക്ക് ദേഷ്യം തീരാത്തത് കൊണ്ട് അവനാണെങ്കിൽ തീയെ തറയിലേക്ക് തള്ളിയിടുന്നു. നോഹി ഇത് കണ്ടിട്ട് തീയെ അവിടെ നിന്ന് എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളെ ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പറയാണ്, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന്. അപ്പം തീ പറയുന്നു, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന്. എന്നിട്ട് അവൻ പോക്കറ്റിൽ തപ്പി നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫോൺ കാണാനില്ല. ഈ സമയം തീയുടെ ഫോണാണെങ്കിൽ പുറത്ത് കിടന്ന് റിങ് ചെയ്യണ്. അപ്പം ആ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് തീ ചോദിക്കുന്നുണ്ട്, അല്ല നോയിയുടെ കയ്യിൽ ഫോണില്ലേ എന്ന്. അപ്പം നോഹി പറയുന്നു, ഇല്ല, അവൻ അങ്ങനെ ഫോൺ കൊണ്ട് നടക്കാറില്ലെന്ന്.
പിന്നെ രാത്രി തീയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴേക്ക് നോക്കുന്ന സമയത്ത് നോയുടെ ഫ്രണ്ടിനെ കാണുന്നു. പക്ഷെ അവന് തീ പറയുന്ന ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീ കൈ വീശുന്നത് കണ്ടിട്ട് ഓം കരുതുന്നു അവന് ഹായ് പറയുന്നതാണെന്ന്. അങ്ങനെ അവന് തിരിച്ച് ഹായ് ഹായ് എന്ന് പറയുന്നു. ഇത് തീക്ക് അവസാനം മനസ്സിലാവുന്നുണ്ട് ഇവനോട് ഹെൽപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. അങ്ങനെ തീ അവിടെ തളർന്നിരുന്നിട്ട് ചോദിക്കുകയാണ് ആരെങ്കിലും എനിക്കിത്തി കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന്. ഇവരൊന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ പറയും ഓ നിങ്ങൾ തിന്നാൻ ഫുഡ് മാത്രമല്ലേ കൊണ്ടുവരുവോളൂ അല്ലാതെ വെള്ളം കൊണ്ടുവരത്തില്ലല്ലേ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു നിലവിളിച്ച് പറയണേ അയ്യോ ആരെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്ക് എനിക്ക് വെള്ളം വേണമേ എന്ന്. പിന്നെ തീക്ക് അവർ ബാക്കി ഉണ്ടായിരുന്ന ഫുഡും അതുപോലെ സൂപ്പൊക്കെ കൊടുത്ത് അവൻ്റെ വിശപ്പും അത് കണക്കിന് ദാഹമൊക്കെ മാറ്റുന്നുണ്ട്. ഇടയ്ക്ക് നോഹിയോട് അവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് വേണമെന്ന്. അപ്പോൾ അവൾ പറയുന്നു വേണ്ടെന്ന്. പിന്നെ അവൻ കൈ കിട്ടുന്നതൊക്കെ വാരി കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.